നമസ്കാരം. ഇന്ന് നമ്മൾ യോശുവയുടെ പുസ്തകത്തിലൂടെ ഒരു യാത്ര പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആദ്യത്തെ 12 അധ്യായങ്ങളിലൂടെയുള്ള ഒരു സിനിമാറ്റിക് യാത്ര. നേതൃത്വം, അത്ഭുതങ്ങൾ, പിന്നെ തീപാറുന്ന യുദ്ധങ്ങൾ. ഇതിഹാസതുല്യമായ ഈ കഥയിലേക്ക് നമുക്ക് ഒരുമിച്ചിറങ്ങിച്ചെല്ലാം. കഥ തുടങ്ങുന്നത് തന്നെ വളരെ ശക്തമായ വാക്കുകളിലാണ്. എന്റെ ദാസനായ മോശെ മരിച്ചുപോയി, അതുകൊണ്ട് നീയും ഈ ജനവും യോർദാൻ കടന്ന് ഞാൻ ഇസ്രയേൽ മക്കൾക്ക് കൊടുക്കുന്ന ദേശത്തേക്ക് പോവുക. ഒന്നാലോചിച്ചു നോക്കൂ, ഒരു യുഗത്തിന്റെ അവസാനമാണ് ആ വാക്കുകൾ. അവരുടെ ഇതിഹാസനായകൻ വിടവാങ്ങി. ഒരു ജനത മുഴുവൻ ഭാവി എന്താകുമെന്നറിയാതെ നിൽക്കുകയാണ്. ആ ഒരു ശൂന്യതയിലേക്കാണ് യോശുവ എന്ന പുതിയ നേതാവ് ആ വലിയ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ വരുന്നത്. അപ്പോ ഈ വലിയ കഥ നമുക്കൊരു 4 ഭാഗങ്ങളായിട്ട് നോക്കാം. ആദ്യം നേതൃത്വത്തിന്റെ കൈമാറ്റം, പിന്നെ ചാരന്മാരുടെ വരവും ആ അത്ഭുതകരമായ നടികടക്കലും, തുടർന്ന് ജെറിക്കോയുടെ വീഴ്ചയും എന്ന തൊട്ടു പിന്നാലെ ഇസ്രയേലിന് പറ്റിയൊരു അബദ്ധവും, ഒടുവിൽ ആരും വിശ്വസിക്കാത്ത ആ സംഭവം, സൂര്യൻ നിശ്ചലമായി നിന്ന നിമിഷം. ഇതാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. ശരി, അപ്പൊ നമുക്ക് ആദ്യ ഭാഗത്തേക്ക് കടക്കാം. നേതൃത്വത്തിന്റെ കൈമാറ്റം. കാരണം ഏതൊരു വലിയ യുദ്ധത്തിനോ മുന്നേറ്റത്തിനോ മുമ്പ് ആര് നയിക്കും എന്നതിൽ ഒരു സംശയവുമുണ്ടാവാൻ പാടില്ലല്ലോ. പുതിയ നേതാവിന്റെ സ്ഥാനം ഉറപ്പിക്കണമായിരുന്നു. യോശുവയുടെ ചുമലിലുണ്ടായിരുന്ന ഭാരം എത്ര വലുതായിരുന്നുവെന്ന് ഒന്നോർത്തുനോക്കൂ. അതുകൊണ്ടുതന്നെയാണ് ദൈവം അദ്ദേഹത്തോട് വീണ്ടും വീണ്ടും പറയുന്നത്, ധൈര്യമായിരിക്കുക, ശക്തനായിരിക്കുക എന്ന്. ഇതൊരു വെറും ഉപദേശമായിരുന്നില്ല, അല്ല, ഇത് അദ്ദേഹത്തിന്റെ അധികാരത്തിനുള്ള ഒരു ദൈവീക മുദ്രയായിരുന്നു, ഒരു ഉറപ്പായിരുന്നു. ഞാൻ കൂടെയുണ്ട് എന്ന വാഗ്ദാനം. ആ നിമിഷത്തിലാണ് മോശയുടെ പിൻഗാമിയായി യോശുവ ശരിക്കും തിരഞ്ഞെടുക്കപ്പെടുന്നത്. അങ്ങനെ നേതാവിനെ ഉറപ്പിച്ചു. ഇനി യുദ്ധത്തിന്റെ ആദ്യ കരുനീക്കങ്ങളാണ്. എന്തൊക്കെയാണത്? 1. ശത്രുവിനെപ്പറ്റി അറിയണം. 2. ജനങ്ങളെ മുഴുവൻ പുതിയ നേതാവിന്റെ പിന്നിൽ ഒട്ടക്കെട്ടായി നിർത്തണം. അതിനൊരു വലിയ അത്ഭുതം തന്നെ വേണ്ടിവന്നു. നമുക്ക് നോക്കാം. ഏതു യുദ്ധത്തിലും ആദ്യത്തെ പടി എന്താണ്? വിവരങ്ങൾ ശേഖരിക്കുക, അല്ലേ? ശത്രു ആരാണെന്നും അവരുടെ ശക്തി എന്താണെന്നും അറിയാതെ കണ്ണുമടച്ച് മുന്നോട്ടു പോകാൻ പറ്റില്ല. യോശുവയ്ക്കത് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് ആരും കടക്കില്ലെന്ന് വിചാരിച്ചിരുന്ന ജെറിക്കോ എന്ന ആ വലിയ കോട്ടനഗരത്തിലേക്ക് അദ്ദേഹം 2 ചാരന്മാരെ രഹസ്യമായി അയച്ചു. പക്ഷേ ആ ദൗത്യത്തിൽ അപ്രതീക്ഷിതമായ ഒരു ട്വിസ്റ്റുണ്ടായി. അവർക്ക് സഹായം കിട്ടിയത് റാഹാബ് എന്ന ഒരു സ്ത്രീയിൽ നിന്നാണ്. അവൾ ഒരു ഇസ്രായേലി ആയിരുന്നില്ല. എന്നിട്ടും ഇസ്രായേലിന്റെ ദൈവത്തിന്റെ ശക്തിയെപ്പറ്റിയുള്ള കഥകൾ അവൾ കേട്ടിരുന്നു. ആ കേട്ടറിവ് അവളിൽ ഭയവും ഒരുതരം വിശ്വാസവും ഉണ്ടാക്കി. അങ്ങനെ അവൾ രാജാവിന്റെ ആളുകളിൽ നിന്ന് ആ ചാരന്മാരെ ഒളിപ്പിച്ചു. പകരം അവൾ ഒരൊറ്റ കാര്യം മാത്രമേ ആവശ്യപ്പെട്ടുള്ളൂ: തന്റെയും കുടുംബത്തിന്റെയും ജീവൻ. അവളുടെ വാക്കുകൾ കേൾക്കൂ. ഞാൻ നിങ്ങളോട് കരുണ കാണിച്ചതുപോലെ നിങ്ങളും എന്റെ കുടുംബത്തോട് കരുണ കാണിക്കുമെന്ന് ദൈവനാമത്തിൽ സത്യം ചെയ്യണം. ആ ഒരു ഉറപ്പിനുവേണ്ടി അവരൊരു അടയാളം കൊടുത്തു. അവളുടെ ജനലിലൂടെ തൂക്കിയിട്ട ഒരു ചുവന്ന ചരട്. വരാനിരിക്കുന്ന ആ വലിയ നാശത്തിനിടയിൽ ആ ചരട് ഒരു രക്ഷയുടെ, ഒരു സംരക്ഷണത്തിന്റെ അടയാളമായി മാറി. അതിനുശേഷം സംഭവിച്ചത് അക്ഷരാർത്ഥത്തിൽ ഒരു മഹാത്ഭുതമായിരുന്നു. യോർദാൻ നദി കടക്കുന്നത്. അത് വെറുമൊരു സാധാരണ ദിവസമല്ല, കൊയ്ത്തുകാലത്ത് നദി കരകവിഞ്ഞൊഴുകുന്ന സമയമാണ്. പുരോഹിതന്മാർ ഉടമ്പടിപ്പെട്ടകവുമായി വെള്ളത്തിൽ കാലുവെച്ചതും ആ കുത്തിയൊഴുകുന്ന നദി നിന്നു. മുകളിൽ നിന്നുള്ള വെള്ളം ഒരു മതില് പോലെ ഉയർന്നു നിന്നു. ഇത് വെറുമൊരു നദി കടക്കലായിരുന്നില്ല, അല്ല, ഇത് വർഷങ്ങൾക്കു മുൻപ് ചെങ്കടൽ പിളർന്നതിന്റെ ഒരു ഓർമ്മപ്പെടുത്തലായിരുന്നു. അതേ ദൈവിക ശക്തിയുടെ ഒരു തനിയാവർത്തനം. അപ്പോ ഈ അത്ഭുതത്തിന് ഒരു ശക്തി പ്രകടനമെന്നതിലുപരി വേറൊരർത്ഥം കൂടിയുണ്ടായിരുന്നു. അത് യോശുവയുടെ നേതൃത്വത്തിനുള്ള ഒരു ദൈവിക അംഗീകാരമായിരുന്നു. മോശയുടെ കൂടെയുണ്ടായിരുന്ന അതേ ദൈവം ഇപ്പോൾ തങ്ങളുടെ പുതിയ നേതാവായ യോശുവയുടെ കൂടെയുമുണ്ട് എന്ന് ജനങ്ങൾക്ക് നേരിട്ട് ബോധ്യപ്പെട്ട നിമിഷമായിരുന്നു അത്. ഇനി നമ്മൾ എത്തുന്നത് കഥയിലെ ഒരു പക്ഷേ ഏറ്റവും പ്രശസ്തമായ ഭാഗത്തേക്കാണ്: ജെറിക്കോയുടെ പതനം. പക്ഷെ കഥ അവിടെ തീരുന്നില്ല. കാരണം ആ അവിശ്വസനീയമായ വിജയത്തിന് തൊട്ടു പിന്നാലെ അവർക്ക് അപ്രതീക്ഷിതവും ഞെട്ടിക്കുന്നതുമായൊരു പരാജയം നേരിടേണ്ടി വന്നു. ആകാശത്തോളം ഉയർന്ന വിജയത്തിൽ നിന്ന് പാതാളത്തോളം താഴ്ന്ന പരാജയത്തിലേക്ക്. ഈ ഒരു വൈരുദ്ധ്യമാണ് കഥയിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. അപ്പൊ ചോദ്യം ഇതാണ്: ആർക്കും തകർക്കാൻ കഴിയില്ലെന്നുറപ്പുള്ള വലിയ മതിലുകളാൽ ചുറ്റപ്പെട്ട ഒരു നഗരത്തെ നിങ്ങൾ എങ്ങനെ കീഴടക്കും? യോശുവയ്ക്ക് കിട്ടിയ ഉത്തരം സാധാരണ യുദ്ധതന്ത്രങ്ങൾക്ക് നേരെ വിപരീതമായിരുന്നു. ശരിക്കും പറഞ്ഞാൽ അതവരുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്ന ഒരു പദ്ധതിയായിരുന്നു. ഒന്ന് നോക്കൂ,
ജെറീക്കോയെ കീഴടക്കാനുള്ള പ്ലാൻ എത്ര വിചിത്രമായിരുന്നു എന്ന്. ആയുധമെടുക്കാനല്ല പറഞ്ഞത്. 6 ദിവസം, ദിവസത്തിൽ ഒരു തവണ നിശബ്ദമായി നഗരത്തിനു ചുറ്റും നടക്കുക. 7-ാം ദിവസം 7 പ്രാവശ്യം നടക്കുക. എന്നിട്ട് പുരോഹിതന്മാർ കാഹളമൂതുമ്പോൾ സൈന്യം മുഴുവൻ ഒന്നിച്ചാർത്ത് വിളിക്കുക. ഇതൊരു യുദ്ധതന്ത്രമായി ആർക്കെങ്കിലും തോന്നുമോ? ഇല്ല, ഇത് പൂർണ്ണമായും അനുസരണത്തിന്റെയും വിശ്വാസത്തിന്റെയും ഒരു പരീക്ഷണമായിരുന്നു. അങ്ങനെ ആ വലിയ ആർപ്പുവിളി മുഴങ്ങിയപ്പോൾ അസാധ്യമെന്ന് കരുതിയത് സംഭവിച്ചു. ജെറീക്കോയുടെ ആ ഭീമാകാരമായ മതിലുകൾ നിലംപതിച്ചു. ഓർക്കണം, ഇത് ആയുധം കൊണ്ടോ സൈനിക ശക്തി കൊണ്ടോ നേടിയ വിജയമായിരുന്നില്ല, മറിച്ച് വിശ്വാസവും അനുസരണവും കൊണ്ട് മാത്രം നേടിയൊരു വിജയമായിരുന്നു അത്. പക്ഷേ ജെറിക്കോയിലെ ആ വിജയത്തിന്റെ ആഘോഷം അധികനേരം നീണ്ടുനിന്നില്ല. തൊട്ടടുത്ത താരതമ്യേന വളരെ ചെറിയൊരു പട്ടണമായിരുന്നു ഹായ്. അവിടെ വെച്ച് ഇസ്രയേലിയർക്ക് നാണം കെട്ടൊരു തോൽവി പറ്റി. 36 പേർ കൊല്ലപ്പെട്ടു. അവർക്ക് പിന്തിരിഞ്ഞോടേണ്ടി വന്നു. എന്താണ് സംഭവിച്ചത്? ഇത്ര വലിയൊരു വിജയത്തിനു ശേഷം എങ്ങനെ ഇങ്ങനൊരു പരാജയം സംഭവിച്ചു? അതിനുള്ള ഉത്തരം അനദേമ എന്നൊരു ആശയത്തിലാണ്. അതായത്, ജെറീക്കോയിലെ എല്ലാം ദൈവത്തിനായി മാറ്റിവെച്ചതായിരുന്നു, നശിപ്പിക്കപ്പെടേണ്ടതായിരുന്നു. അതിൽ നിന്ന് ഒന്നും എടുക്കാൻ പാടില്ലായിരുന്നു. പക്ഷേ ആഖാൻ എന്നൊരാൾ ആ കൽപ്പന ലംഘിച്ചു. അയാൾ രഹസ്യമായി കുറച്ച് കൊള്ള മുതൽ ഒളിപ്പിച്ചുവെച്ചു. നോക്കൂ, ഒരാളുടെ മാത്രം അത്യാഗ്രഹം, ഒരാളുടെ അനുസരണക്കേട് അതാ ജനതയെ മുഴുവൻ തോൽവിയിലേക്ക് തള്ളിവിട്ടു. അപ്പോ ആ പാപം കണ്ടെത്തി പരിഹരിച്ചതിനു ശേഷം നമ്മുടെ കഥ അതിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കുകയാണ്. സൂര്യൻ നിശ്ചലമായ നിമിഷം. ഇവിടെ നമ്മൾ കാണുന്നത് പരാജയത്തിൽ നിന്ന് പാഠം പഠിച്ച ഒരു യോശുവയെയാണ്. വെറും വിശ്വാസം മാത്രമല്ല, മികച്ച സൈനിക തന്ത്രങ്ങളും ദൈവിക ഇടപെടലുകളും ഒരുമിച്ചു കൊണ്ടുപോകുന്നൊരു കമാൻഡറായി അദ്ദേഹം മാറുന്നത് നമുക്കിവിടെ കാണാം. ഹായില് അവർക്ക് രണ്ടാമതൊരു അവസരം കിട്ടി. ആഖാന്റെ പാപം പരിഹരിക്കപ്പെട്ട ശേഷം യോശുവ ഇത്തവണ പുതിയൊരു തന്ത്രം മെനഞ്ഞു. വെറുതെ ചെന്ന് തലവെച്ചു കൊടുക്കുന്നതിനു പകരം പതിയിരുന്ന് ആക്രമിക്കുക എന്നതായിരുന്നു പ്ലാൻ. കണ്ടില്ലേ, തന്റെ തെറ്റുകളിൽ നിന്ന് പഠിച്ച് തന്ത്രങ്ങൾ മാറ്റാൻ കഴിവുള്ള ഒരു നേതാവായിരുന്നു അദ്ദേഹം. ആ തന്ത്രം ഗംഭീരമായി വിജയിച്ചു. യോശുവയുടെ സൈന്യത്തിന്റെ ഒരു ഭാഗം തോറ്റു പിന്മാറുന്നതായി അഭിനയിച്ചു. ഇത് കണ്ട് ഹായിലെ സൈന്യം അവരെ തുരത്താൻ വേണ്ടി കോട്ടയ്ക്ക് പുറത്തേക്ക് വന്നു. ആ സമയം നോക്കി ഒളിച്ചിരുന്ന ഇസ്രയേൽ സൈന്യം നഗരത്തിൽ കയറി അതിന് തീയിട്ടു. പുറത്തുപോയ ശത്രുസൈന്യം തിരിഞ്ഞു നോക്കുമ്പോ സ്വന്തം നഗരം കത്തുന്നു. അവർ ശരിക്കും കെണിയിൽപ്പെട്ടു. അതൊരു ഒന്നാന്തരം സൈനിക നീക്കമായിരുന്നു. ജെറീക്കോയിലും ഹായിലുമുണ്ടായ ഈ വിജയങ്ങൾ ഒരു കാട്ടുതീ പോലെയാണ് പടർന്നത്. ഇസ്രായേലിന്റെ ഈ മുന്നേറ്റത്തിൽ ഭയന്നുപോയ 5 വലിയ രാജാക്കന്മാർ അവർക്കെതിരെ ഒരു സഖ്യമുണ്ടാക്കി. അതായത്, പോരാട്ടമിനി ചെറിയ പട്ടണങ്ങളോടല്ല, ഒരു വലിയ സൈനിക സഖ്യത്തോടാണ്. ആ വലിയ യുദ്ധത്തിന്റെ നടുവിൽ വീണ്ടും ഒരു ദൈവിക ഇടപെടലുണ്ടായി. ശത്രുക്കൾ ഓടിപ്പോകുമ്പോൾ ആകാശത്തുനിന്ന് വലിയ ആലിപ്പഴം വീഴാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഇസ്രായേലിയർ വാളുകൊണ്ട് കൊന്നതിനേക്കാൾ കൂടുതൽ പേർ ആ ആലിപ്പഴം വീണാണ് മരിച്ചത്. പക്ഷേ ഇതൊരു തുടക്കം മാത്രമായിരുന്നു. ഇതിലും വലിയൊരത്ഭുതം വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോഴാണ് യോശുവ ആ പ്രശസ്തമായ വാക്കുകൾ പറയുന്നത്: സൂര്യ, നീ ഗിബിയോനിൽ അനങ്ങാതെ നിൽക്കുക. ചന്ദ്ര, നീ അയ്യാലോൻ താഴ്വരയിലും. ഒന്ന് ചിന്തിച്ചു നോക്കൂ, യുദ്ധം ജയിച്ചു തീർക്കാൻ കുറച്ചുകൂടി പകൽ വെളിച്ചം വേണം. അതിനുവേണ്ടി അദ്ദേഹം ആകാശഗോളങ്ങളോട് നിശ്ചലമാകാൻ കൽപ്പിക്കുകയാണ്. അവിശ്വസനീയമായ കാര്യമാണ് പിന്നീട് സംഭവിച്ചത്. സൂര്യൻ അസ്തമിച്ചില്ല. ആ ദിവസം ഏകദേശം ഒരു മുഴുവൻ ദിവസം കൂടി നീണ്ടുനിന്നു. ചരിത്രത്തിൽ അതിനു മുമ്പോ ശേഷമോ അങ്ങനെയൊന്ന് കേട്ടിട്ടില്ല. അപ്പോ ആ യുദ്ധങ്ങളുടെയൊക്കെ ഫലം എന്തായിരുന്നു? ഈ പട്ടികയിൽ കാണുന്ന പോലെ തെക്കും വടക്കും നടത്തിയ ഈ മിന്നൽ യുദ്ധങ്ങളിലൂടെ യോശുവയും സൈന്യവും 31 രാജാക്കന്മാരെയാണ് തോൽപ്പിച്ചത്. ആ നിർണായക വിജയങ്ങളോടെ ആ ദേശത്ത് യുദ്ധങ്ങൾ അവസാനിച്ചു. സമാധാനം വന്നു. അപ്പോ ഈ ഇതിഹാസ കഥ നമ്മോടെന്താണ് പറയുന്നത്? ഒരു പുതിയ നേതാവിന്റെ കീഴിൽ ഒരു ദൈവീക ലക്ഷ്യവുമായി ഒരു ജനത ഒന്നിച്ചു നിന്നാൽ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് ഒരു ദേശം എങ്ങനെ സ്വന്തമാക്കാം? യോശുവയുടെ കഥ കേവലം പുരാതന യുദ്ധങ്ങളുടെ ഒരു കണക്കല്ല, അത് വിശ്വാസവും നേതൃത്വവും ദൈവീക ഇടപെടലും ഒത്തുചേരുമ്പോൾ അസാധ്യമെന്ന് തോന്നുന്ന കാര്യങ്ങൾ പോലും എങ്ങനെ സാധ്യമാകും എന്നതിന്റെ എക്കാലത്തെയും വലിയൊരു ഓർമ്മപ്പെടുത്തലാണ്. ഈ യാത്രയിലൊപ്പമുണ്ടായിരുന്നതിന് നന്ദി.